Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good Good afternoon. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കണോ? സുഖമായിരിക്കുന്നു. എന്താണ് ഇവിടെ മെസ്സേജ് വന്നത്? ഗ്രൂപ്പിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ നിങ്ങളാ? ഇങ്ങനെ പോകുന്നത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ? ഏതൊക്കെ റെക്കോർഡ്സ് ആണ്? ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഏതൊക്കെ റെക്കോർഡ്സ് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രധാനമായിട്ടുണ്ടായിരിക്കുക? ഏതൊക്കെ റെക്കോർഡ്സുകളാണ്? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇതിപ്പോ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. പേഷ്യന്റ് റെക്കോർഡ്സ്, കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ, റെഫറൽ റെക്കോർഡ്, ട്രീറ്റ്മെന്റ് റെക്കോർഡ്, മൈനർ OT റെക്കോർഡ്സ്. എന്താണ് മൈനർ OT റെക്കോർഡ്സ്? മൈനർ OT റെക്കോർഡ്സ് എന്താണ്? OT ഓപ്പറേഷൻ തിയേറ്റർ റെക്കോർഡ്സ് അല്ലെ? Then incident reports on SAM registers, attendant registers of all category of staffs. MLC എന്താണ്? MLC മെഡിക്കോ ലീഗൽ കേസസ് അല്ലെ? മെഡിക്കോ ലീഗൽ കേസസ്, മെഡിക്കൽ അല്ല കേട്ടോ, മെഡിക്കോ ലീഗൽ കേസസ് ആണ്. ഓക്കെ. ദെൻ പോലീസ് ഇന്റിമേഷൻ ബുക്സ്. ഇത്തരം റെക്കോർഡ്സുകളായിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കുക. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? പേജ് നമ്പർ 35 ആണോ? എനിക്ക് ഇതിൽ നോക്കിയാൽ PDF നമ്പേഴ്സ് അറിയാൻ പറ്റില്ല കേട്ടോ. പേജ് നമ്പർ 35 ആണ് കേട്ടോ. അടുത്തത് ഫങ്ഷൻ ഓഫ് ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് വിച്ച് ആർ. ടെക്സ്റ്റ് എടുക്കുന്നത് 36 ആണ്. പേജ് നമ്പർ 36 ആണ് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസ് വിച്ച് ആർ. എന്തൊക്കെ ഫങ്ഷൻസും എന്തൊക്കെ സർവീസസ് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, to provide immediate and correct life-saving medical care.
to provide immediate and current life-saving medical care. എന്ത് ഫംഗ്ഷൻ ആണ്? എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് എത്ര അല്ലെ? ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ. മെസ്സേജ് നിർത്തണേ, മെസ്സേജ് കഴിക്കണം, നിർത്തേ. ശ്രദ്ധിച്ച ക്ലാസ്സില് ഒരാളുടെ നമ്പർ കൊടുത്തിട്ട് അയാളുടെ നമ്പറിലേക്ക് നിങ്ങൾ എല്ലാവരും മെസ്സേജ് ചെയ്താൽ പോരെ? ആഡ് ചെയ്തോളൂലേ? പേര് എഴുതാം, ഇനിഷ്യൽ അടക്കം അയച്ചു കൊടുക്കുക. അപ്പൊ അയാള് സേവ് ചെയ്തോളൂ, ആഡ് ചെയ്തോളൂ ഗ്രൂപ്പിലിട്ട്. ആരാണ് ഗ്രൂപ്പ് അഡ്മിൻ? ആരാണ്? ബോയ്സിന്റെ അല്ല ഗേൾസിന്റെ ഗ്രൂപ്പ് അഡ്മിൻ ആരാണ്? 2 ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല മെസ്സേജ് കണ്ടിട്ട് ചോദിക്കുന്ന കേട്ടോ. 2 ഗ്രൂപ്പ്സ് ഉണ്ടോ നിങ്ങള്? ബോയ്സ് ഗേൾസ് സെപ്പറേറ്റഡ് ആണോ? യെസ്, ഓക്കെ. അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് അയക്കട്ടോ. ഒരാളുടെ നമ്പർ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾ അയാളുടെ നമ്പറിലേക്ക് നോട്ട് ചെയ്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ. ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇത്രയും കിട്ടുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് ആളെ കെയർ കൊടുക്കുക, പിന്നെന്താണ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. ഏറ്റവും വലിയ ഫംഗ്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ED ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സർവീസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ. ഓക്കെ. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? ടു ലൈസ് വിത്ത് ദ കോർട്സ് and police in medico-legal cases whenever required. To liaise with the courts and police in medico-legal. അതായത് medico-legal കേസുകളില് എന്താണ്? പോലീസുമായിട്ടൊരു പരസ്പര സമ്പർക്കം. ലൈഫ് എന്ന് പറഞ്ഞാൽ പരസ്പര സമ്പർക്കം ആർക്കുണ്ടായിരിക്കും? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിന് ഉണ്ടായിരിക്കും. ആ ഒരു ഫംഗ്ഷൻ കൂടി അവരവിടെ ചെയ്യുന്നുണ്ട്. കോർട്സും അതുപോലെ തന്നെ പോലീസുമായിട്ട് മെഡിക്കോ-ലീഗൽ കേസുകളില് ആ ഒരു നല്ല ബന്ധമായിരിക്കും ആർക്ക്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിൽ ഉണ്ടായിരിക്കുക. കാരണം ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ലീഗൽ കേസസിൽ എന്തെങ്കിലും ഡെത്ത് കേസസോ അല്ലെങ്കിൽ ആക്സിഡന്റ് കേസസ് ഒക്കെ വരുന്ന സമയത്ത് ഹോസ്പിറ്റലും പോലീസസും നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കേസസ് ഒക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ടത് കേസസ് എന്താണ് കേസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. To provide ambulance services for pre-hospital care and transportation of patients to and from the hospital. Third function എന്താണ് പറയുന്നത്? To provide ambulance services for pre-hospital care and transportation of patients to and from the hospital. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷൻ എന്താണ്? മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് എന്ത്? ടു പ്രൊവൈഡ് ആംബുലൻസ് സർവീസസ് അല്ലെ? ആംബുലൻസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു ആർക്കൊക്കെ? പ്രീ ഹോസ്പിറ്റൽ കെയർ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യന്റ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ. പേഷ്യൻസിന് വേണ്ട ആംബുലൻസ് സർവീസസുകള് അല്ലെ? പ്രീ ഹോസ്പിറ്റൽ സർവീസസുകള് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത് ആരാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമാണ് നമുക്ക് ആംബുലൻസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യണോ? കാണാമോ? ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് എന്താണ്? ടു ഫുൾഫിൽ ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ എസ്പെഷ്യലി ഡ്യൂറിംഗ് ഡിസാസ്റ്റേഴ്സ്. Fourth function എന്താണ്? To fulfill the role of information and communication center, especially during disasters. എന്താണ്? ഏതെങ്കിലും തരത്തില് എന്താണ് ദുരന്തമുള്ള സമയത്ത്, ഡിസാസ്റ്റർ ഉള്ള സമയത്ത്
ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്താണ് ഏറ്റവും വലിയൊരു ഇൻഫർമേഷൻ റോളാണ് വഹിക്കുന്നത് അല്ലെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ റോള് കൈവരിക്കുന്നത് ആരാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ തന്നെയാണ് അല്ലെ. എത്രയോ പേഷ്യൻസിനെയാണ് ആ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് എത്രയോ ആംബുലൻസുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, എത്രയോ പേർക്കാണ് ഇവിടെ ചികിത്സ കൊടുക്കുന്നത്, എത്രയോ പേഷ്യൻസ് ഫ്ലോ ഉണ്ടായിരിക്കും അല്ലെ. അൺലിമിറ്റഡ് പേഷ്യൻ ഫ്ലോ ആയിരിക്കും ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും വലിയൊരു സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ തന്നെയാണ്. ഏതിന്റെ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സോ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങളോ ഉണ്ടാവുന്ന സമയത്ത് അത് മേജർ റോളാണ് എമർജൻസി സർവീസ് ഡിപ്പാർട്ട്മെന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിഫ്ത്ത് ഫംഗ്ഷൻ ആണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. അടുത്ത ഫംഗ്ഷൻ എന്താണ്? എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുകൾക്ക് എന്ത് നൽകുന്നുണ്ട്? വേണ്ട എഡ്യൂക്കേഷനും പരിശീലനവും മറ്റ് റിസർച്ച് ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പരിശീലനങ്ങളൊക്കെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ ആണത്. അവർക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷനും ട്രെയിനിങ്, നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ കൊടുക്കുക എന്നാണ് പറയുന്നത്. ആർക്ക്? മെഡിക്കൽ സ്റ്റാഫുകൾക്ക്. ഓക്കെ, അതുകൊണ്ട് നോക്കിയേ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസിലുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ. ടു പ്രൊവൈഡ് നല്ല രീതിയിലുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ ആയിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ കൊടുക്കുന്നത്. Lies with the courts and police in medico-legal case whenever required. അതായത് ഒരു കേസുകളിൽ മെഡിക്കോ ലീഗൽ കേസുകളില് കോർട്സും അതുപോലെ പോലീസുമായിട്ട് ഒരു നല്ല പരസ്പര സമ്പർക്ക ബന്ധമായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു രീതിയിലായിരിക്കും അത് അവരവരുടെ പ്രവർത്തിക്കുന്നത്. ഇത് ആവശ്യാനുസരണമാണ് കേട്ടോ. റിക്കവേർഡ് ആകുന്നവർ റിക്വയർഡ്. Then third function എന്താണ്? To provide ambulance services അല്ലെ. ആംബുലൻസ് സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളാണ്. For pre-hospital care and transportation of patient to and from the hospital. Then fourth function, to fulfill the role of information and communication center, especially ഏത് സമയത്താണ്? During disasters. ഇതിന്റെ തരത്തിലുള്ള ദുരന്തങ്ങള് ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് എന്താണ്? ഒരു മെയിൻ റോൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് പാസ് ചെയ്യുന്ന ഏറ്റവും മെയിൻ റോൾ ആയിട്ടാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നത്. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുകൾക്ക് വിവിധ തരത്തിലുള്ള എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഒക്കെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ്. ഫങ്ഷൻസ് ആണ് അഞ്ചും പഠിക്കണം കേട്ടോ. ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിൽ ചോദിക്കാറുണ്ട്. മനസ്സിലായോ അത്? ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ്. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റില് മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? Hospital administration must ensure ED must be organized and administrated to meet the healthcare needs of its population. ED എന്താണ് ചെയ്യുന്നത്? ED എന്ന് പറഞ്ഞാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് must organized and administrated to meet the healthcare needs of its population. അല്ലെ, ED എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്താണ്? എല്ലാ ആവശ്യങ്ങളനുസരണം കൃത്യമായിട്ടൊരു കാര്യനിർവഹണം നടത്തി എല്ലാ ആവശ്യങ്ങളും മനസ്സിലാക്കി എല്ലാ നീഡ്സുകളും മനസ്സിലാക്കി
എന്താണ് കാര്യനിർവഹണം ആവശ്യാനുസരണം കൃത്യമായി ചെയ്തു കൊടുക്കുന്നത് ആരാണ്? ED ഡിപ്പാർട്ട്മെന്റ് ആണ് അതെല്ലാം കൃത്യമായി ഓർഗനൈസ് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. The ED must be organized and administrated to meet the healthcare needs of its population. എല്ലാ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള അവിടെ എന്തൊക്കെ ആവശ്യങ്ങളാണ് അവിടെ ആവശ്യമായി വരുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരും ഓർഗനൈസ് ചെയ്ത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അതിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അവർ അത് ഓർഗനൈസ് ചെയ്യുന്നത്. സപ്ലൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളോ മെഡിസിൻസുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യാനുസരണം വന്നു കഴിഞ്ഞാൽ അതെല്ലാം നിറവേറ്റി കൊടുക്കുന്നത്, ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നതും ED ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ്, ഓപ്പറേഷൻ ഓഫ് ED must be guided by written policies and procedures. Written policies and procedures. Operation of ED must be guided by written policies and procedures. എന്താണ് പറയുന്നത്? സെക്കൻഡ് പോയിന്റ് എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്തിന്റെ ഗൈഡൻസ് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്? written policies and procedures അല്ലെ? നിർദ്ദേശങ്ങളും ആ പ്രൊസീജിയേഴ്സും അനുസരിച്ചിട്ടാണ്, അത് ഫോളോ ചെയ്തിട്ടാണ് അവിടുത്തെ ഓപ്പറേഷൻസുകളൊക്കെ അല്ലെ? എല്ലാ പ്രക്രിയകളും എല്ലാ കാര്യങ്ങളും അവിടെ കൃത്യമായിട്ട് ചെയ്യുന്നത്. ആ ഒരു ഗൈഡൻസ് അനുസരിച്ചിട്ടാണ് ED പ്രവർത്തിക്കുന്നത്. ഓപ്പറേഷൻ ഓഫ് ED must be guided by written policies and procedures. ഓക്കെ, എഴുതപ്പെട്ടിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ അനുസരിച്ചിട്ടാണ് ED ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. Then, medical and the nursing director of hospital, along with the appropriate integration of ancillary services, must ensure quality and safety in ED. Medical and nursing director of hospital. അതായത് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് ആരാണ്? എൻഷുർ ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ ആയിരിക്കും. അതെല്ലാം വിലയിരുത്തപ്പെടുന്നത്, അതായത് കൃത്യമായി ആ സർവീസസ് ഒക്കെ അവിടുത്തെ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ക്വാളിറ്റീസും സുരക്ഷിതത്വവും കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് ആരായിരിക്കും? നഴ്സിംഗ് ഡയറക്ടർ ആയിരിക്കും. മെഡിക്കൽ ആൻഡ് nursing director of the hospital, along with the appropriate integration of ancillary services. മറ്റ് അനുബന്ധന സർവീസസുകളും മീഡിയൊക്കെ നല്ല രീതിയിൽ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണോ സുരക്ഷിതമായിട്ടാണോ പ്രവർത്തിക്കുന്നതൊക്കെ കൃത്യമായി നോക്കുന്നത് ആരായിരിക്കും? നഴ്സിംഗ് ഡയറക്ടർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് എന്താണ്? Appropriateness of emergency care are continually monitored and evaluated. Appropriateness of emergency care are continually monitored and evaluated. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ചികിത്സാ രീതിയിൽ അവിടെ കൊടുക്കുന്ന കെയറുകളൊക്കെ കൃത്യമായിട്ട് നിരന്തരമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്നത് അല്ലെ? കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്നത്, നല്ല കെയർ ആണ് അവർക്ക് കൊടുക്കുന്നത്, നല്ല രീതിയിൽ മെഡിക്കൽ സപ്ലൈസ് മറ്റ് എക്യുപ്മെന്റ്സുകളും മറ്റ് റിസോഴ്സസ് അവൈലബിൾ ആണോ എന്നൊക്കെ കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ചെക്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, മോണിറ്റർ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്ത് വിലയിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, പേഷ്യൻസിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് അവിടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ മോണിറ്ററിങ്ങും അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഇപ്പൊ കാഷ്വാലിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ PRO അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്ന് നോക്കും അല്ലെ? നമ്മളോട് ചോദിക്കും എങ്ങനെയുണ്ട്,
പുറത്താണ്. അപ്പൊ പിന്നെ അവിടെയുള്ള സ്റ്റാഫുകളോട് ചോദിക്കും പേഷ്യൻസിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അല്ല അവരത് വന്ന് കുറച്ചു നേരം ആ ഒരു കാഷ്വാലിറ്റി ഭാഗത്ത് കുറച്ച് സമയത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നതാണ്, കൃത്യമായി അവർ നോക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കുറച്ച് സമയം നമ്മളെ പേഷ്യൻസിന്റെ അടുത്ത്, അതുപോലെ സ്റ്റാഫുകളുടെ നഴ്സിന്റെ അടുത്ത് ഡോക്ടേഴ്സിന്റെ അടുത്ത് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എവിടെ നമ്മളോട് ചോദിക്കും. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൊതുവെ അങ്ങനെയാണ് പൊതുവെ കാണാൻ സാധിക്കാറുള്ളത്. ഓക്കെ, ഫിഫ്ത് പോയിന്റ്, the medical director should oversee all aspects of the practice of emergency medicine in India. എന്താണ് മെഡിക്കൽ ഡയറക്ടർ ഷുഡ് ഓവർസീ? മെഡിക്കൽ ഡയറക്ടർ എന്താ ചെയ്യുന്നത്? ഓൾ ആസ്പെക്ട്സ് ഓഫ് പ്രാക്ടീസ് ഓഫ് എമർജൻസി മെഡിസിൻ ഇൻ ഇന്ത്യ. എമർജൻസി മെഡിസിൻ ഈ ഡിപ്പാർട്ട്മെന്റില് ആരാണ്? മെഡിക്കൽ ഡയറക്ടർ അത് കാര്യക്ഷമമായി അവിടെ നടക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് മരുന്നുകൾ അല്ലെ, മരുന്നുകൾ നോക്കുമ്പോ എങ്ങനെയാണ് ഇടിയിലെ പ്രവർത്തനങ്ങള്, ആ മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ടുള്ളത് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണോ അല്ലെങ്കിൽ ആ ഡേറ്റ് പരിധിക്കുള്ള മരുന്നുകളാണോ കൃത്യമായി കൊടുക്കുന്നത് എന്നൊക്കെ കൃത്യമായി ചെക്ക് ചെയ്യുന്നത് ആരായിരിക്കും? മെഡിക്കൽ ഡയറക്ടർ ആയിരിക്കും അതൊക്കെ ഓവർസീ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡേറ്റ് കഴിഞ്ഞ് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള ചെക്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് അല്ലെങ്കിൽ ചില സ്റ്റാഫുകൾ ചിലപ്പോൾ അങ്ങനെ മാറിക്കൊടുന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റില്. കാഷ്വാലിറ്റിയിലും കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറില്ല അങ്ങനെ. അപ്പൊ അത് അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ ഡയറക്ടർ അത് കൃത്യമായിട്ട് എല്ലാ മെഡിസിൻസും ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ഇതിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നത് മെഡിക്കൽ ഡയറക്ടർ ആണ്. ഓക്കെ, എമർജൻസി മെഡിസിന്റെ മേഖലയിലെ എമർജൻസി മെഡിസിന്റെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നത് ആരാണ്? മെഡിക്കൽ ഡയറക്ടർ ആണ്. ഓക്കെ, then all new staff members should get a formal orientation program that addresses. All new staff members should get a formal orientation program that addresses. എല്ലാ പുതിയ സ്റ്റാഫുകൾക്ക് എന്താണ്? ഒരു ഫോർമൽ ഓറിയന്റേഷൻ പ്രോഗ്രാം, ഓറിയന്റേഷൻ ക്ലാസ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? പുതിയ സ്റ്റാഫുകളാണ്, അവർക്ക് എങ്ങനെയാണ് രീതിയിൽ വർക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ പരിപാടികളാണ്, ഏതൊക്കെ മെത്തേഡ്സ്, എവിടെയാണ് മെഡിസിൻസ്, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അല്ലെ, അവിടെ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വേണ്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടൊരു അവബോധം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് എല്ലാ ന്യൂ മെമ്പേഴ്സിനും എല്ലാ ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സിനും എന്ത് കൊടുക്കുന്നത്? ഓറിയന്റേഷൻ പ്രോഗ്രാംസുകൾ കൊടുക്കുന്നത്. ഓക്കെ, അതാണത് ഓൾ ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാ പുതിയ അംഗങ്ങൾക്കും ആയിരിക്കും എന്താ ആ ഓറിയന്റേഷൻ ഫോർമൽ ഓറിയന്റേഷൻ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണേ. കമ്മീഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ പിന്നെ എന്തുണ്ടായിരിക്കും? ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടെ എന്തുണ്ടായിരിക്കും? വിഷനും മിഷനും ഉണ്ടായിരിക്കും അല്ലെ. അവർക്ക് പ്രത്യേക ലക്ഷ്യങ്ങളും അവർക്ക് വേണ്ട ഒബ്ജക്റ്റീവ്സ് ഒക്കെ കൃത്യമായിട്ട് അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാ ഓർഗനൈസേഷനും ഹോസ്പിറ്റൽസിനും എന്തുണ്ടായിരിക്കും? വിഷനും മിഷനും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഒരു ലക്ഷ്യവും ദൗത്യവും ഒക്കെ അവർക്ക് കൃത്യമായി ഉണ്ടായിരിക്കും. അത് ചില ഹോസ്പിറ്റലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, ഇന്ന ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കൃത്യമായി അവിടെ നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ അത് എഴുതിയിട്ടുണ്ടാവും. മെജോറിറ്റി ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസിൽ, ഞാൻ വേറെ ഇതായിട്ട് പറയുന്നില്ല, ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൽ ലൂർദിലൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കുറെ മിഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്താണ്, ദൗത്യം എന്താണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് നമുക്ക് കാണാൻ സാധിക്കും. Vision of the institution. Then standard operating procedures of the ED. Standard operating procedures of the ED. എന്താണ് നമ്മുടെ EDയിലെ ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങളും പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ടാകും അല്ലെ. അവിടെ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊസീജിയർ ഉണ്ടാകും, പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങള് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. Then responsibilities of each member of the ED staff. Responsibilities of
each number of the ED staff. എന്താണ് ഓരോ ED സ്റ്റാഫുകൾ നിർവഹിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ട് ഏതൊക്കെയാണെന്ന് അവർക്ക് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏതൊക്കെ സ്റ്റാഫുകളെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിൽ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നിർദ്ദേശങ്ങള് ഓരോ ED സ്റ്റാഫുകൾക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. പ്രത്യേക റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, staff must improve their professional knowledge and skill. Staff must improve their professional knowledge and skill. എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നു? അവിടെ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ പ്രൊഫഷണൽ നോളജും സ്കിൽസ് ഒക്കെ അവിടെ ഡെവലപ്പ് ചെയ്യാണ് അല്ലെ. അവിടെ എക്സ്പീരിയൻസ് ആവുന്നതോടുകൂടി ഒരു വർക്കോടും എമർജൻസി കേസസ് വരുന്നതിനനുസരിച്ച് അവർ ചെയ്യുന്നതിലൂടെയാണ് എന്ത് സംഭവിക്കുന്നവർക്ക് അവരുടെ നോളജും സ്കിൽസ് ഒക്കെ അല്ലെ. ഇപ്പൊ ചില കേസസ് വരുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് അറിയില്ല. അപ്പൊ ഡോക്ടേഴ്സും മറ്റ് ഹെഡ് നഴ്സസ് ഒക്കെ അസിസ്റ്റ് ചെയ്യുന്നത് കണ്ട് അവർക്കത് മനസ്സിലാവും. ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവും അല്ലെ. അത് അവരൊക്കെ പഠിക്കുകയാണ്. അപ്പൊ കുറച്ചും കൂടി അവർക്ക് ആ ഒരു പ്രൊഫഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നേരിട്ട് കണ്ട് പഠിക്കുന്നു. നേരിട്ട് പിന്നീട് അത് അടുത്ത കേസസ് വരുന്ന സമയത്ത് എന്താണ് അവർക്ക് കുറച്ചും കൂടി അത് ഏബിൾ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. കുറച്ചും കൂടി നോളജബിൾ ആയി അവർക്ക് ആ കാര്യം ചെയ്യാനായിട്ട്. ഇപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരുന്ന സമയത്തൊക്കെ പേഷ്യൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായി നോക്കിക്കണ്ട് പഠിച്ചതിന് ശേഷം എന്താണ് അത്തരത്തിലുള്ള പ്രത്യേക ഒരു കേസ് വരുന്ന സമയത്ത് ഫിസിഷ്യൻസോ മറ്റാരും ഇല്ലാത്ത സമയത്ത് എന്താണ് മറ്റ് സ്റ്റാഫുകൾക്ക് അത് എന്താണ് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ഇംപ്രൂവ് ആവുന്നത്? അവരുടെ പ്രൊഫഷണൽ സ്കില്ലും നോളജ് ആണ് അവിടെ ഇംപ്രൂവ് ആവുന്നത്. ഓക്കെ, ഒരു ഉദാഹരണം പറയുന്ന വെച്ചാൽ ചില സ്റ്റാഫുകൾ നഴ്സിംഗ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ നമ്മൾ കാഷ്വാലിറ്റി ചെയ്യുന്ന സമയത്ത് കുട്ടികളെയൊക്കെയാണ് കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ കാനുലേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് വെയിൻ കിട്ടില്ല അല്ലെ. കാനുലേഷൻ ചെയ്യുന്ന സമയത്ത് വെയിൻ കിട്ടില്ല. പക്ഷെ ഇവർക്ക് കിട്ടാനിട്ടില്ല, അവർക്ക് ആ പ്രാക്ടീസ് കുറവാണ് അല്ലെ. അവർ തുടക്കക്കാരായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറെ സമയം കുത്തി ആയിരിക്കും എന്താ കുഞ്ഞിനെ വെയിൻ കിട്ടി അതിലേക്ക് കണക്ട് ചെയ്യുന്നത്, കാനുലേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ടൈം നമ്മൾ പോകുന്ന സമയത്ത് അവർ കുറച്ചും കൂടി എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും, കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയി അല്ലെ. അത് സമയങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവുമെങ്കിലും പിന്നീട് അവരെന്താണ് അതിൽ ഇംപ്രൂവ് ചെയ്യുന്നത്. Triage and screening of each patient must be performed by a physician or trained RN with അവിടെ RN എന്നുണ്ട് അവിടെ എന്നുണ്ട്, റിട്ടേർഡ് നഴ്സ് എന്നുണ്ട് കേട്ടോ, രജിസ്റ്റേർഡ് നഴ്സ് എന്നുണ്ട് കേട്ടോ, RN എന്നുണ്ട് കേട്ടോ, registered nurse with EMT. Triage and screening of each patient must be performed by a physician or trained registered nurse with the EMT. അതായത് triage and screening എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പേഷ്യൻസിനെ ഇപ്പൊ triage എന്ന് പറയുന്നത് എന്താണ്? അത് സോർട്ട് ചെയ്ത് എടുക്കുന്ന ഏരിയയാണ്. ഏറ്റവും ഗുരുതരാവസ്ഥയുള്ള പേഷ്യൻസ് ഏതാണ്, അല്ലെങ്കിൽ കുറച്ച് എമർജൻസി കെയർ കുറവുള്ള ആരാണ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ നിലയില്ലാത്ത ആർക്കൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്തിട്ടാണ് അതാരാണ് നോക്കുന്നത്? ഫിസിഷ്യനോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സോ അല്ലെങ്കിൽ ആരായിരിക്കും അവരുടെ കൂടെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ഉണ്ടായിരിക്കും. സ്പെല്ലിംഗ് RN, അത് RN എന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് നഴ്സ് ആണ് കേട്ടോ. ട്രെയിൻഡ് RN വിത്ത് EMT എന്ന് പറഞ്ഞാൽ ട്രെയിൻഡ് രജിസ്റ്റേർഡ് നഴ്സ് വിത്ത് എമർജൻസി ടെക്നീഷ്യൻ. Registered, R means registered, then N means എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? nurse, registered nurse. ക്ലിയർ ആണോ അത്? ഏതൊക്കെ പേഷ്യൻസിനാണ് എമർജൻസി കെയർ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ പേഷ്യൻസിനെ നോർമൽ വാർഡിലേക്ക് മാറ്റണം എന്നൊക്കെ സ്ക്രീൻ ചെയ്യുന്നതും ഫിസിഷ്യനോ ആയിരിക്കും, അല്ലെങ്കിൽ ആരായിരിക്കും? രജിസ്റ്റേർഡ് നഴ്സ് അല്ലെങ്കിൽ എമർജൻസി ടെക്നീഷ്യൻസ് ആയിരിക്കും. അത് ആ പേഷ്യൻസിനെ അവിടെ നിന്ന് സോർട്ട് ചെയ്ത് മാറ്റുന്നത് അല്ലെ, ഡിവൈഡ് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ, ഇനി eligible and appropriate medical record must be established for each individual. ഓക്കെ, അപ്പൊ ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? രജിസ്റ്റേർഡ് നഴ്സ് എന്നാണ് ടീച്ചർ പറഞ്ഞത് കേട്ടോ.
ശ്രദ്ധിക്കാതെ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇത് നോക്കി പിള്ളേരെ, ഫിസിഷ്യൻ ഓർ ട്രെയിൻഡ് ആർന്ന് മാത്രമുള്ളൂ. അവിടെ ഒരു എൻ കൂടി ഉണ്ട്. രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ട് കേട്ടോ, എൻ ഉണ്ട്. അവിടെ എന്തെങ്കിലും ഇങ്ങോട്ട് നീക്കിയിട്ട് എഴുതി വെച്ചോ. ആർ എന്നുള്ളത് രജിസ്റ്റേർഡ് നേഴ്സ് ആണ്, നിങ്ങൾ നീക്കി എഴുതി വെച്ചോ. അവിടെ തന്നെ എഴുതണമെന്നില്ല. The point എന്താണ്? Eligible and appropriate medical record must be established for each individual. എല്ലാവർക്കും എന്തുണ്ടായിരിക്കും? ഓരോ ഇൻഡിവിജ്വലിൽ എന്തായിരിക്കും? ആ ഒരു അതായത് വായിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള എലിജിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കത്തക്ക വിധത്തിലുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും ഓരോ ഇൻഡിവിജ്വൽസിന് അല്ലെ, ഓരോ പേഷ്യൻസിനും എന്തായിരിക്കും? മെഡിക്കൽ റെക്കോർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. The minimum set of SOPs should be available for. SOPs എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടോ? ഈ പോയിന്റ് നോക്കി, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിനെയാണ് നമ്മൾ SOPs എന്നിവിടെ ഷോർട്ട് ആയിട്ട് പറയുന്നത്. അതായത് എന്തൊക്കെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണ് അതിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് മിനിമം ആയിട്ടുള്ള SOP? എന്തൊക്കെയാണ്? ഇത് കണ്ടോ? ഇത് ഇവിടെ നിങ്ങൾ ഒരു ഹൈഫൺ ഇട്ട് കൊടുത്താൽ മതി. SOP എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ED അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്? അതായത് ഈ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അനുസരിച്ചിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ പിന്തുടരേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, എന്തൊക്കെയാണ്? റിസീവിംഗ് ഓഫ് ദ പേഷ്യൻസ് അല്ലെ, പേഷ്യൻസിനെ എന്ത് ചെയ്യണം? റിസീവ് ചെയ്യുക. Then registration of the patient വരുന്ന പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക, അവരെ രജിസ്ട്രേഷൻ ചെയ്യുക. Then triage of the patients അല്ലെ, പേഷ്യന്റിനെ സോർട്ട് ചെയ്യണം അല്ലെ, ട്രയേജ് നോക്കിയിട്ട് ക്രിട്ടിക്കൽ കെയർ കൊടുക്കേണ്ടതാണോ അല്ലെങ്കിൽ എന്താണ് നോർമൽ വാർഡിലേക്ക് മാറ്റേണ്ടതാണോ, എന്താണ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ആളെ അവിടെ സോർട്ട് ചെയ്യുന്നത്. ട്രയേജ് ഓഫ് ദ പേഷ്യന്റ്. ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫറിംഗ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. ഷിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്ഫറിംഗ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. വിത്തിൻ ദ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? ഹോസ്പിറ്റലിനകത്ത് തന്നെ ഇപ്പൊ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആള് ഷിഫ്റ്റ് ചെയ്ത്, ഇപ്പോ കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ആളാണെങ്കിൽ ഞാൻ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റും. ഓക്കെ, ദെൻ ഇപ്പൊ പ്രഗ്നൻസി ലേഡിയാണ്, അങ്ങനെയാണെങ്കിൽ എന്താണ്? ലേബർ റൂമിലേക്കോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്കോ പേഷ്യന്റിനെ മാറ്റും. അപ്പൊ എന്താണ് പ്രധാനമായിട്ട് ഈ ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റൽ. പേഷ്യൻസിനെ ഇപ്പൊ കാർഡിയാക് അറസ്റ്റിലാണെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റേണ്ടി വരുന്നു. ഓക്കെ, അപ്പൊ റിസീവ് ചെയ്യുന്നു, രജിസ്ട്രേഷൻ ചെയ്യുന്നു, ട്രയേജ് ഓഫ് ദ പേഷ്യന്റ് ആൻഡ് ഷിഫ്റ്റിംഗ് ദ പേഷ്യന്റ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനകത്ത് നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റും. പിന്നെ എന്താണ്? റെഫറൽ ഓഫ് ദ പേഷ്യന്റ്. ഇങ്ങനെ റെഫർ ചെയ്യുന്നു അല്ലെ, പേഷ്യന്റിനെ റെഫർ ചെയ്യുന്നു. റെഫർ ചെയ്യാന്ന് പറയുന്നത് എന്താണ്? മാറ്റുന്നു അല്ലെ. ഇപ്പൊ വേറെ ഹോസ്പിറ്റലിലോട്ട് അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റണമെങ്കിൽ എന്താണ്? പേഷ്യന്റിനെ റെഫറൻസ് ചെയ്ത് കൊടുക്കും, റെഫർ ചെയ്ത് കൊടുക്കും. ഒരു മിനിറ്റ്, നമ്മള് ഈ ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ ഗ്യാസ് കയറുന്നു അല്ലേ? ഗ്യാസ് കയറുന്നു. വെള്ളമില്ലടോ, വെള്ളം തീർന്നോടെ, വെള്ളം കൊടുക്കുന്നതാണ്. വായു ഗുളികേ നോക്കിയടോ. Okay, discharge of the patient. Okay, discharge of the patient. Discharge കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ brought in dead cases. Okay, brought in dead cases. എന്താണ് dead cases? brought in ഹിസ്റ്ററിയിലേക്കോ
brought in death cases. അങ്ങനെ ഒരാൾ ഡെഡ് ആയി കൊണ്ടുവരുന്ന കേസസ് ഒക്കെ ആണെങ്കിൽ എന്താണ് അതിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യേണ്ടി വരും അല്ലെ? പോലീസ് വരണം, അതിന്റെ കേസ് മോർച്ചറിയിലേക്ക് മാറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ടായിരിക്കും ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അത് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, കോഡ് ബ്ലൂ. കോഡ് ബ്ലൂ എന്താണ്? കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് കോഡ് ബ്ലൂ. നമ്മള് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കോഴ്സുകളും നെക്സ്റ്റ് അടുത്ത മൊഡ്യൂളുള്ള ചാപ്റ്റേഴ്സിൽ പഠിക്കും കേട്ടോ. ഒരുപാട് കോഡ് കളേഴ്സ് ഉണ്ട്. അപ്പൊ ഏതൊക്കെ സിറ്റുവേഷൻ, എമർജൻസി സിറ്റുവേഷൻസിലാണ് ഈ കോഡ് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ കോഡ് ബ്ലൂ എന്ന് പറഞ്ഞ എന്താണ്? കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? കോഡ് ബ്ലൂ. അതായത് കാർഡിയാക് അറസ്റ്റുമായി അറസ്റ്റ് ആയിട്ട് വന്ന പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഡോക്ടേഴ്സും നേഴ്സസും എന്താണ് ഇവിടെ എത്രയും പെട്ടെന്ന് സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് അലർട്ട് ചെയ്യുന്നതിനുള്ള ഒരു കോഡാണ് എന്ത്? കോഡ് ബ്ലൂ കളർ. ഓക്കെ, കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച പേഷ്യൻസ് എത്തിക്കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള എമർജൻസി നഴ്സസും ഡോക്ടേഴ്സും ഒക്കെ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് അവരെ അലർട്ടേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് സജ്ജമാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? കോഡ് ബ്ലൂ. അതുപോലെ ഓരോ കോഡ്സുകൾ ഉണ്ട്. ഇപ്പൊ പേഷ്യന്റ് മിസ്സിംഗ് ആയി കഴിഞ്ഞാല് പിങ്ക് കളർ കോഡാണ്. അങ്ങനെ അതുപോലെ തന്നെ NIC കുട്ടികൾ മിസ്സായി കഴിഞ്ഞാൽ അങ്ങനെ ഓരോന്നിനും ഓരോ കളർ കോഡുകൾ ഉണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കത്തുള്ളൂ. ഓക്കെ, കോഡ് ബ്ലൂ എന്തിനു വേണ്ടിയിട്ടാണ്? കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ശേഷം കൊണ്ടുവരുന്ന പേഷ്യൻസിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സും നഴ്സസും അലേർട്ട് ആവുന്നതിന് വേണ്ടിയിട്ടാണ് കോഡ് ബ്ലൂ പിക്ക് ചെയ്യുന്നത്. മെഡിക്കോ ലീഗൽ കേസസ് പ്രൊസീജിയേഴ്സ് അല്ലെ? മെഡിക്കോ ലീഗൽ കേസസുകള് മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സുകൾ നടത്തുന്നു. ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്, അതായത് ഒരു രോഗിയുടെ ട്രീറ്റ്മെന്റ്, ഡെത്ത് അല്ലെങ്കിൽ എന്താണ് അയാൾ ഡെത്ത് ആയി കഴിഞ്ഞാൽ അയാളുടെ ബോഡി മറ്റു ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതൊക്കെ എന്താണ്? ക്ലിനിക്കൽ പ്രോട്ടോകോൾസിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരം പ്രൊസീജിയേഴ്സ് ആണ് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഓഫ് ED എന്ന് പറയുന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രധാന നടപടിക്രമങ്ങളാണ് ഇതെല്ലാം. റിസീവ് ഓഫ് ദ പേഷ്യന്റ്, രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യന്റ്, ട്രയലേജ് ഓഫ് ദ പേഷ്യന്റ്, ഷിഫ്റ്റിംഗ് വിത്തിൻ ദ ഹോസ്പിറ്റൽ, referral of the patient, discharge of the patient, brought in death cases, code blue, medico-legal cases and clinical protocols. Okay, അത് ക്ലിയർ ആണോ? മനസ്സിലായോ പിള്ളേരെ? അടുത്തത് നോക്കിയേ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് അത് നോക്കുന്നത് അല്ലെ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നത്. ഗുണനിലവാരം നടക്കുന്നതിന് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഗുണനിലവാരം നോക്കുന്നതിന് എന്തെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ആണ് അതിൽ നോക്കുന്നത്? എന്തൊക്കെയാണ്? അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്. അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്താണ്? അതായത് മുൻകൂട്ടി പേഷ്യൻസ് വരാത്ത സമയം, മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരുന്ന പേഷ്യൻസിന് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അൺപ്ലാൻഡ് ആയിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അവർക്ക് പെട്ടെന്ന് നമ്മൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ എന്താണ് ചികിത്സ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അത് ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ് അല്ലെ? അപ്പൊ നല്ല ചികിത്സ കൊടുക്കാൻ പറ്റിയെങ്കിൽ എന്താണ് അവിടെ വളരെ ക്വാളിറ്റി എന്താണ് ക്വാളിറ്റി കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അല്ലെ? വെൽ പ്ലാൻഡ് ആണെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ ചികിത്സ കൊടുക്കാൻ സാധിക്കും. അൺപ്ലാൻഡ് ആണെങ്കിൽ ചില സമയത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒന്നും അങ്ങനെ അത്ര രീതിയിൽ നമ്മൾക്ക് സ്റ്റാഫുകൾക്ക് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന വരില്ല. Then total time spent in emergency department. ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ട്, ചിലപ്പോൾ വീഡിയോ ഓഡിയോ ചിലപ്പോൾ ഓഫായി പോകട്ടോ. ഓക്കെ, ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതിൽ എത്ര ടൈമാണ് ആ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, എത്ര ടൈം നന്നായിട്ട് കെയർ ചെയ്യുന്നു, എത്ര ടൈം ആളെ എങ്ങനെ ചെക്ക് ചെയ്യുന്നു, എങ്ങനെ ചികിത്സിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു ടൈം പീരീഡ് നോക്കിയിട്ടാണ് ക്വാളിറ്റി
ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നത് കേട്ടോ. ലെഫ്റ്റ് വിത്തൗട്ട് ബീങ് സീൻ, ലെഫ്റ്റ് വിത്തൗട്ട് ബീങ് സീൻ, ഡോക്ടറിനെ കാണാതെ ലെഫ്റ്റ് ആവുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ചിലപ്പോൾ ഡോക്ടറിനെ കാണാൻ ചിലപ്പോ എന്താണ് ചില കേസസിൽ അങ്ങനെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ തിരക്ക് മൂലം അല്ലെങ്കിൽ എന്താണ് ഡോക്ടേഴ്സിനെ കാണാതെ ലെഫ്റ്റ് ആയി പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അത് ഹോസ്പിറ്റലിനെ ബാധിക്കുന്ന, എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ ബാധിക്കുന്ന, അവരുടെ ക്വാളിറ്റിനെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ് എന്താണ്? ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് എന്താണ് BP പൾസസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് അല്ലെ. ഒരാൾ പേഷ്യന്റ് വരുമ്പോ തന്നെ എന്താണ് ആദ്യം പെട്ടെന്ന് ആ വാല്യൂസ് ഒക്കെ ബയോമെട്രിക് വാല്യൂസ് ഒക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാനുള്ള BP എങ്ങനെയാണ്, ഹാർട്ട് റേറ്റ് എങ്ങനെയാണ്, ഓക്സിജൻ സാച്ചുറേഷൻ എങ്ങനെയാണ്, അതൊക്കെ കൃത്യമായിട്ടൊന്ന് അസസ് ചെയ്യുന്നത് എന്താണ് അതിന്റെ ക്വാളിറ്റി കൂട്ടുന്ന ഒന്ന് തന്നെയാണ്. ഓക്കെ. ടൈം ടു ട്രീറ്റ്മെന്റ്. ടൈം ടു ട്രീറ്റ്മെന്റ് അതായത് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ചികിത്സ കൊടുക്കാനായിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ ചിലർ നമ്മൾ ഹോസ്പിറ്റലിൽ കാണാറില്ല, ചില നേരം നമുക്ക് ആശുപത്രിയിൽ കുറെ നേരം നിൽക്കേണ്ടി വരും, ഒരാൾ കൊണ്ട് നോക്കാനോ വരാനോ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ എന്താണ് ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അളക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ്. അപ്പൊ എത്ര സമയമാണ് ചികിത്സ ആരംഭിക്കുന്നതിനായിട്ട് എത്ര സമയം എടുക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സർവീസ് എക്സ്പീരിയൻസസ്, അതായത് അവിടെ ഡോക്ടേഴ്സിന്റെ നഴ്സസിന്റെ എക്സ്പീരിയൻസസ് ഒക്കെ നോക്കിയിട്ടാണ് എന്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നത്. ഓക്കെ. എന്തൊക്കെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്, അതായത് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ വരുന്ന സമയത്ത് എന്താണ് അവർക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് ഹോസ്പിറ്റലിൽ നടന്നത് അല്ലെ. അല്ലാത്ത പക്ഷം എന്താണ് ക്വാളിറ്റി കുറയുന്നതായിരിക്കും. Then total time spent in emergency department, എത്ര ടൈം എമർജൻസി ഡിപ്പാർട്ട്മെന്റില് എന്താണ് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. Then left without being seen, ഡോക്ടേഴ്സിനെ കാണാതെ ലെഫ്റ്റ് ആയി പോകുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കാം. Then time to initial assessment. Time to initial assessment എന്താണ്? ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് മറ്റ് BP പൾസസ് ഓക്സിജൻ സാച്ചുറേഷൻ ഒക്കെ കൃത്യമായിട്ട് അസസ് ചെയ്യുന്നത്. Then time to treatment, ചികിത്സ ആരംഭിക്കുന്നതായിട്ട് എത്ര സമയം വേണ്ടി വരുന്നു, എത്രയും പെട്ടെന്ന് ചികിത്സ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് എന്ത് ഇതിന്റെ ക്വാളിറ്റി അഷ്യൂറിംഗ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററുകൾ. സർവീസ് എക്സ്പീരിയൻസ്, ആരുടെ സർവീസ് എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത്? ഡോക്ടേഴ്സിന്റെയും നഴ്സിന്റെയും എക്സ്പീരിയൻസും കൂടി നോക്കിയിട്ടാണ് അവിടുത്തെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഹോസ്പിറ്റലിൽ നോക്കാറുള്ളത്. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് ഇത് കൂടി നോക്കാലോ. അങ്ങനെയാണെങ്കിൽ റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി. എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? അതിൽ എന്തൊക്കെ റോൾസ് ആണ് അവിടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്തെല്ലാം റോൾസ് ആണ് അദ്ദേഹം ചെയ്യുന്നത്? Interview patients to obtain biography, demographic and financial data for registration purposes and enter information so gathered into the hospital computer system. ഈ എമർജൻസി റൂം ക്ലർക്ക് ആണ് ഹോസ്പിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഒരു പേഷ്യന്റിന്റെ ബയോഗ്രാഫിക് ഡെമോഗ്രാഫിക് ഉദ്ദേശിക്കുന്നത് എന്താണ്? പേര്, വയസ്സ്, അഡ്രസ്, അതായത് ഫിനാൻഷ്യൽ ഡാറ്റ, അയാളുടെ വരുമാനം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഹോസ്പിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കയറ്റുന്നത് ആരാണ്? എമർജൻസി റൂം ക്ലർക്ക് സെക്രട്ടറി ആണ്. ഓക്കെ, പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും, ബേസിക് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും, അയാളുടെ പേര്, വയസ്സ്, ദെൻ അഡ്രസ്, മറ്റ് ഫിനാൻഷ്യൽ ഡാറ്റസ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന പർപ്പസ് എമർജൻസി റൂം ക്ലർക്ക് ആണ് ചെയ്യുന്നത്. ഇതെല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത് അദ്ദേഹമാണ്. Then register emergency room patient.
file, retrieve medical records for the emergency room physician responsible for processing emergency room admissions. അതായത് അഡ്മിഷൻസിന്റെ പ്രോസസ്സിന്റെ ഒക്കെ മറ്റു കാര്യങ്ങൾസ് ഒക്കെ എന്താണ് ചെക്ക് ചെയ്യുന്നത് ആരായിരിക്കും? രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യൻസ്. രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യൻസുകളുടെ ഫയല്, അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകള്, then emergency room physician responsible for processing emergency room admissions. ഇതാണ് എമർജൻസി രജിസ്റ്റേർഡ് ആയിട്ടുള്ള എമർജൻസി പേഷ്യൻസിന്റെ മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ എന്താണ് എമർജൻസി റൂം ഫിസിഷ്യന്റെ അതുപോലെ തന്നെ എന്താണ് എമർജൻസി റൂം അഡ്മിഷൻസിന്റെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നത് ആരാണ്? എമർജൻസി സെക്രട്ടറി ആണ് കേട്ടോ. എമർജൻസി ക്ലർക്ക് സെക്രട്ടറി ആണ് ആ കാര്യങ്ങളൊക്കെ രജിസ്റ്റേർഡ് എമർജൻസി റൂം പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അദ്ദേഹമാണ് അതിന്റെ റോള് കൈകാര്യം ചെയ്യുന്നത്. പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസസ്. പ്രൊവൈഡ് എക്സെപ്ഷണൽ അതായത് മികച്ച രീതിയിലുള്ള കസ്റ്റമർ സർവീസസ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നു. കസ്റ്റമേഴ്സിന് മികച്ച രീതിയിലുള്ള ഒരു സർവീസസ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നു. എക്സെപ്ഷണൽ എന്ന് വെച്ചാൽ എന്താണ്? മികച്ച രീതിയിലുള്ള ഒരു സേവനം നൽകുന്നു. Coordinate activities in connection with the admission of patients in the hospital or other medical facility. Coordinate activities in connection with the admission of patients in the hospital or other medical facility. മറ്റ് മെഡിക്കൽ ഫെസിലിറ്റീസുമായിട്ട് എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ അഡ്മിഷൻസ് മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? എമർജൻസി ക്ലർക്ക് ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണത്. എല്ലാ ആക്ടിവിറ്റീസുകളും കോർഡിനേറ്റ് ചെയ്യുക. ദെൻ അതർ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും ആരാണ്? എമർജൻസി സെക്രട്ടറി ആണ്. Assess patients' other needs from healthcare professionals like need of ambulance services or referrals. The patientsനെ അസസ് ചെയ്യുന്നതും അവരുടെ പിന്നെന്താണ് ആംബുലൻസ് സർവീസസ് അല്ലെങ്കിൽ റെഫറൻസസ് ആവശ്യമായി വരുമ്പോൾ അതെല്ലാം കൈകാര്യം ചെയ്യുന്നതും ആരാണ്? സെക്രട്ടറി ആണ്. Assess patients' other needs from healthcare professionals like ambulance services or referrals. ആംബുലൻസ് സർവീസസോ അല്ലെങ്കിൽ മറ്റു റെഫറൻസസ് ആവശ്യമായി വരുന്ന സമയത്ത് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ്. Then grievance redressal. Grievance redressal ആണ് പരാതികളൊക്കെ സ്വീകരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ സ്വീകരിക്കുന്നത് പരിഹരിക്കപ്പെടുന്നതും ആരാണ്? എമർജൻസി സെക്രട്ടറി ആണ് അതെല്ലാം പരിഹരിക്കപ്പെടുന്നത്. Then coordinate with other healthcare executive for bed arrangements. ഏതെങ്കിലും ഭാഗങ്ങളില് ബെഡിലാക്കിയോ അങ്ങനെ എന്തെങ്കിലും അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താണ് അതെല്ലാം ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ബെഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും സെക്രട്ടറിയുടെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നതാണ്. മേക്ക് ഷുവർ ദാറ്റ് MLC കേസ് ആർ രജിസ്റ്റേർഡ്. എന്താണ് മെഡിക്കോ ലീഗൽ കേസുകൾ എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടിയും സെക്രട്ടറിയുടേതാണ്. മെഡിക്കോ ലീഗൽ കേസുകൾ എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? സെക്രട്ടറിയുടേതാണ്. Then maintenance of records like DAMA patients. എന്താണ് DAMA patients? ആരാണ് DAMA patients എന്ന് നോട്ട് ചെയ്തോളൂ. Discharge against medical advice. DAMA ഫുൾ ഫോം ആണ് discharge against medical advice. Discharge against medical advice. Discharge against medical advice. എന്താണ് അതായത് ഡോക്ടർ പറഞ്ഞിട്ടില്ല, ഡോക്ടർ പറയാതെ ഡിസ്ചാർജ് വാങ്ങിച്ചു പോകുന്നവരുണ്ടായിരിക്കും അല്ലെ. ഡിസ്ചാർജ് ആയി പോകുന്നുവെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താണ് ഹോസ്പിറ്റലിലെ റെസ്പോൺസിബിലിറ്റി വരും. ഓക്കെ, ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡോക്ടർ അനുവദിക്കാതെ ഡിസ്ചാർജ് വാങ്ങിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ് ആ ഹോസ്പിറ്റലിനായിരിക്കും ആ പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലുള്ള ഉത്തരവാദിത്വം വരുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? ഡാമ പേഷ്യൻസ്. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ആര്? സെക്രട്ടറി അതെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ഓക്കെ,
ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതാണ് ഡാമ എന്ന് പറയുന്നത്, ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന പേഷ്യൻസുകൾ ഉണ്ട് കേട്ടോ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. Then last point എന്താണ്? Medical legal case in may based on the patient's condition, unnatural case of injury, RT, etc. Then records of such cases are entered in medical legal register with the details of patients and accident, and the patient case file is stamped as medical legal. The local police station is informed immediately. Casualty in charge will be informing the police based on the casualty in charge operating consultant's instructions. In medical legal കേസുമായി ബന്ധപ്പെടുന്ന കേസസ് ആണെങ്കിൽ എന്താണ്? അത് ഓൾറെഡി ഏറ്റവും അത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തിരിക്കണം. എല്ലാ ഡീറ്റെയിൽസും, ആ പേഷ്യന്റിന്റെ ആക്സിഡന്റുമായി വരുന്ന എല്ലാ ഡീറ്റെയിൽസും രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ എന്താണ്? അത് മെഡിക്കോ ലീഗൽ കേസാണ് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് അല്ലെ. ആ സ്റ്റാമ്പിൽ എന്തുണ്ടായിരിക്കും? മെഡിക്കോ ലീഗൽ കേസ് എന്ന് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ സ്റ്റാമ്പ് ചെയ്തിരിക്കണം. പിന്നെ എന്താണ്? പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിരിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുക. പിന്നെ കാഷ്വാലിറ്റി ഇൻചാർജ് ഉള്ളവര് പോലീസിന് എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യുന്നു. പിന്നെ എന്താണ്? ബേസ്ഡ് ഓൺ ദ കാഷ്വാലിറ്റി ഇൻചാർജ് ട്രീറ്റിംഗ് കൺസൾട്ടന്റ് ഇൻസ്ട്രക്ഷൻസ്. പിന്നെ അവിടെയുള്ള കൺസൾട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടായിരിക്കും എന്താ ട്രീറ്റ്മെന്റുകളൊക്കെ കൃത്യമായിട്ട് അവിടെ നടക്കുന്നത്. RT എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്? റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് കേട്ടോ. റോഡ് ട്രാഫിക് ആക്സിഡന്റ് അറിയാലോ, അത് RTA. അപ്പൊ അതിന്റെ കീഴിൽ വരുന്ന എല്ലാ കേസസിലും എന്താണ്? മെഡിക്കോ ലീഗൽ കേസസ് എന്ന രീതിയിൽ അത് ലീഗലി എന്താണ്? സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അത് ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? എമർജൻസി സെക്രട്ടറിക്കാണ് കേട്ടോ. ഡാമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി പറഞ്ഞുതരാം. ഡാമ എന്താണ്? ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞിട്ടില്ല, ഡോക്ടർ പറയാതെ തന്നെ ഡിസ്ചാർജ് വാങ്ങിച്ചു പോകണേ, ഡോക്ടറിനോട് പറയാതെ തന്നെ ഡിസ്ചാർജ് വാങ്ങിക്കാൻ പേഷ്യന്റ് പോകുന്ന സമയത്ത് പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? ആ ഹോസ്പിറ്റലിനായിരിക്കും അല്ലെ. എസ്പെഷ്യലി ആ ഡോക്ടറിന് കൂടി ആയിരിക്കും അതിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുക. അതിനെയാണ് ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് പോകുന്ന സമയത്ത് അവരുടെ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? സെക്രട്ടറിയുടേതാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അത് ഡാമ പേഷ്യൻസ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഒന്നുകൂടി നോക്കിയാൽ എന്തൊക്കെയാണ് റോൾ ഓഫ് സെക്രട്ടറിയുടെ, എമർജൻസി സെക്രട്ടറിയുടെ റോൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞേ നിങ്ങള്, ഒന്ന് പറഞ്ഞേ. ബാക്കി ഇതിന് മുകളിലുള്ളതൊക്കെ ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഫങ്ഷൻസോ അല്ലെങ്കിൽ മറ്റ് SOP ബിഹേവിയർ ഒക്കെ സംശയം ഉണ്ടോ? രജിസ്റ്റേർഡ് റൂം പേഷ്യൻസോ ഒന്ന് പറഞ്ഞോ. മൈക്രോഫോൺ ഓണാണോ? പറഞ്ഞോളൂ. ആദ്യത്തെ റോൾ എന്താണ്? എമർജൻസി സെക്രട്ടറിയുടെ റോൾ എന്താണ്? പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ഡാറ്റ ഉൾപ്പെടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത് ആരാണ്? അദ്ദേഹമാണ്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്താണ്? പറഞ്ഞോളൂ. രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യൻസ് ഫയൽ, റിട്രൈവ് മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ദ എമർജൻസി റൂം ഫിസിഷ്യൻ റെസ്പോൺസിബിൾ ഫോർ പ്രോസസിംഗ് എമർജൻസി റൂം അഡ്മിഷൻസ്. എമർജൻസി റൂംസിന്റെ എല്ലാ കാര്യങ്ങളും, അഡ്മിഷൻസും രജിസ്ട്രേഷൻസും മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരായിരിക്കും? സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. Then provide exceptional customer services. എന്താണ്? മികച്ച രീതിയിലുള്ള കസ്റ്റമർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. Then coordinate activity in connection with the admission of patients in the hospital or the medical facility. എല്ലാ മെഡിക്കൽ ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളുമായിട്ട് എല്ലാ ആക്ടിവിറ്റീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാണ്? സെക്രട്ടറിയാണ്. ഓക്കെ. Assess the patient's
നീഡ് ഫ്രം ഹെൽത്ത് പ്രൊഫഷണൽ ലൈക്ക് നീഡ് ഓഫ് ആംബുലൻസ് സർവീസസ് ഓഫ് റെഫറൻസ് അല്ലെ. ആവശ്യമെങ്കിൽ പേഷ്യൻസിനെ അക്സസ് ചെയ്യുന്നതും അവർക്ക് വേണ്ട ആംബുലൻസ് സൗകര്യങ്ങളും റെഫറൻസ് ഒക്കെ ഒരുക്കി കൊടുക്കുന്നതും സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. പരാതികൾ കൃത്യമായി സ്വീകരിക്കുന്നതും പരാതികൾക്ക് പരിഹാരം കാണുന്നതും അദ്ദേഹമാണ്. മറ്റ് ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ് ആയിട്ട് ബെഡ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കോർഡിനേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പിന്നെ എന്താണ്, മേക്ക് ഷുവർ ദാറ്റ് MLC കേസസ് ആർ രജിസ്റ്റേർഡ്. മെഡിക്കോ ലീഗൽ കേസസ് എല്ലാവരും എന്താണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഗാമ പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. ഗാമ പേഷ്യൻസ് ആരാണ്? ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡോക്ടേഴ്സിന്റെ ശുപാർശ ഇല്ലാതെ ഡിസ്ചാർജ് വാങ്ങിച്ചു പോകുന്ന പേഷ്യൻസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഹോസ്പിറ്റലോ ഡോക്ടറോ ഉത്തരവാദിയാവാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. പിന്നെ മെഡിക്കോ ലീഗൽ കേസസുകൾ എന്താണ് റെക്കോർഡഡ് ആയിരിക്കണം, സീൽ ചെയ്തിട്ടുണ്ട്, സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം, എത്രയും പെട്ടെന്ന് പോലീസിന് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. ഗ്രീവൻസ് റെഡ്രസ്സിൽ പറഞ്ഞല്ലോ, എന്താണ് ഗ്രീവൻസ് റെഡ്രസ് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനൊക്കെ പരിഹാരങ്ങൾ കാണുന്നതും സെക്രട്ടറി ആയിരിക്കുള്ളൂ കേട്ടോ. പിന്നെ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ചെയ്തിരിക്കും, എത്രയും പെട്ടെന്ന് പോലീസിന് ഇൻഫോം ചെയ്തിരിക്കും. ഓക്കെ ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയമൊന്നുമില്ലെന്നാണ് നമ്മൾ ആ ചാപ്റ്റർ തീർന്നു കേട്ടോ. ആക്സിഡന്റ് എമർജൻസി എന്നുള്ളൊരു ചാപ്റ്റർ തീർന്നു. ഓക്കെ, നിങ്ങൾ ലെഫ്റ്റ് ആയിക്കോളൂ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.